ബിഹൈൻഡ് ദ ഫാക്ടറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഫെറാറി എന്ന ബ്രാൻഡ് നെയിം കേൾക്കാത്തവരായി നമ്മളിൽ ആരും തന്നെയില്ല. സൂപ്പർ കാറുകൾ മാത്രം ഓർക്കുന്ന ഒരു ബ്രാൻഡാണ് ഫെറാറി. ഇന്നത്തെ വീഡിയോയിൽ ഫെറാറി എന്ന കമ്പനിയുടെ ഉത്ഭവത്തെ പറ്റിയും എപ്രകാരമാണ് ഒരു കാർ തങ്ങളുടെ ഫാക്ടറിയിൽ ഫെറാറി മാനുഫാക്ചർ ചെയ്യുന്നതെന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒന്നാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. പത്താമത്തെ വയസ്സിൽ കാർ റേസിംഗ് കണ്ട ഒരു കുട്ടി അതുപോലെ ഒരു റേസ് ഡ്രൈവർ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ തുടങ്ങുകയാണ് എൻസോ ഫെറാറിയുടെ ചരിത്രം. 18-ാം വയസ്സിൽ 1916 ഇറ്റാലിയൻ ഫ്ലൂവിനെ തുടർന്ന് സഹോദരനും പിതാവും മരണമടഞ്ഞപ്പോൾ ദാരിദ്ര്യത്തിന്റെ ആഴങ്ങളിലേക്ക് ഫെറാറി വലിച്ചെറിയപ്പെട്ടു. പക്ഷേ പ്രതിസന്ധികൾ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ വഴിമാറുന്നത് വണ്ണം ഫെറാറി 20-ാം വയസ്സിൽ ഒരു റേസ് ഡ്രൈവറായി. ഒരുപാട് മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്ത് വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഫിയറ്റ് കാർ കമ്പനിയിൽ ഒരു ജോലിക്കായി അപേക്ഷിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഫിയറ്റ് അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അവിടെ തുടങ്ങി റേസ് കാർ മെന്റാലിറ്റിക്കൊപ്പം റേസ് കാർ നിർമ്മിക്കാനുള്ള കുശാഗ്ര ബുദ്ധിയും. 1947 തന്റെ സുഹൃത്ത് നൽകിയ കുതിരയുടെ ചിഹ്നം പതിപ്പിച്ച ഒരു നെക്ലേസ് അവന്റെ ഓർമ്മയ്ക്കായി ഫെറാറി സ്വന്തം കമ്പനിയുടെ ലോഗോയാക്കി മാറ്റി. കമ്പനി ഉന്നതങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നപ്പോഴും സീനിയർ ഓഫീസേഴ്സ് ഒരുമിച്ച് ഫെറാറിക്കെതിരെ തിരിഞ്ഞപ്പോഴും പക്ഷേ ഫെറാറി അതിനെയെല്ലാം അതിജീവിച്ചു. ലോകത്തെ കാർ കമ്പനികളിൽ മികച്ച ഒന്നായി അത് മാറ്റി. തനിക്ക് ജോലി നിഷേധിച്ച ഫിയറ്റ് തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ 50% ഷെയർ വാങ്ങി. തനിക്ക് മുമ്പിൽ കൊട്ടിയടിച്ച വാതിലുകളെ അദ്ദേഹം അവസരങ്ങളായി മാറ്റി. ഇപ്രകാരമാണ് ഫെറാറി എന്ന സൂപ്പർ കാർ കമ്പനി രൂപപ്പെട്ടത്. നിങ്ങളേവരും ഫെറാറി എപ്രകാരമാണ് തങ്ങളുടെ വാഹനങ്ങൾ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് കാണാൻ ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫെറാറി തങ്ങളുടെ വാഹനങ്ങൾ 90% നിർമ്മിക്കുന്നത് ഇറ്റലിയിലെ മറന്നല്ലോ എന്ന ഫാക്ടറിയിലാണ്. ഫെറാറി വാഹന നിർമ്മിച്ച വാഹനത്തിന്റെ ഓരോ ഘടകങ്ങളും സ്റ്റോറിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഫൈനൽ അസംബ്ലിക്കായി അസംബ്ലി ലൈനിലേക്ക് കൊണ്ടുപോകുന്നു. എക്കോ ഫ്രണ്ട്ലിയാണ് ഫെറാറിയുടെ ഫാക്ടറി. അതിനാൽ തന്നെ ഫാക്ടറിയുടെ ഉള്ളിലും ചുറ്റുമായി ധാരാളം മരങ്ങളും ചെടികളും അവർ നട്ടിട്ടുണ്ട്. വാഹന നിർമ്മാണത്തിലെ മൂന്നാമത്തെ ഘട്ടം എന്നുള്ളത് അസംബ്ലിയാണ്.
അൾട്രാ മോഡേൺ മെഷീൻസ് ആണ് ഫെറാറി തങ്ങളുടെ ഓരോ വാഹനങ്ങളും മാനുഫാക്ചർ ചെയ്യാനായി ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ നിർമ്മിച്ച ഓരോ വാഹനങ്ങളുടെയും ക്വാളിറ്റി വളരെ മികച്ചതായിരിക്കും. അടുത്ത ഘട്ടം എന്നുള്ളത് നിർമ്മിച്ച ബോഡിയിൽ ഡിസൈനിങ് ആണ്. മെഷീൻസ് ആണ് ഡിസൈനിങ്ങിനായി ഫെറാറി ഉപയോഗിക്കുന്നത്. വളരെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഓരോ ഡിസൈനും ഫെറാറി തയ്യാറാക്കുന്നത്. അടുത്ത ഘട്ടം എന്നുള്ളത് നിർമ്മിച്ച ബോഡിയിൽ പെയിന്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അൾട്രാ മോഡേൺ മെഷീൻസ് ആണ് പെയിന്റിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഫെറാറി തന്നെ സ്വന്തമായി നിർമ്മിച്ച പ്രീമിയം പെയിന്റ് ആണ് ഓരോ വാഹനങ്ങളും പെയിന്റിങ്ങിനായി ഫെറാറി ഉപയോഗിക്കുന്നത്. ഫെറാറി നിർമ്മിച്ചതിൽ ഒരു 60% കാറുകളും റെഡ് കളറിലാണ്. അതിന് കാരണം ഫെറാറിയുടെ ഒഫീഷ്യൽ കളർ റെഡ് ആണ്. ഏറ്റവും കൂടുതൽ ഫെറാറി കാണാൻ രസവും റെഡ് കളറിലാണ്. 4 കോട്ട് പെയിന്റ് ആണ് ഓരോ ഫെറാറി കാറിനും ഫെറാറി അടിക്കുന്നത്. അതിനാൽ തന്നെ ഫിനിഷിംഗ് വളരെ മികച്ചതായിരിക്കും. ഫെറാറി തങ്ങളുടെ ഒരു കാർ നിർമ്മാണത്തിന് ഏകദേശം 18 തൊട്ട് 24 മാസം വരെയാണ് സാധാരണയായി എടുക്കുന്നത്. പെയിന്റിങ്ങിന് ശേഷം അടുത്ത ഘട്ടം എന്നുള്ളത് വാഹനങ്ങളിലെ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള പാർട്സുകൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയത്താണ് ഫെറാറി തങ്ങളുടെ വാഹനങ്ങളിൽ ടയർ ഘടിപ്പിക്കുന്നത്. ഫെറാറി സ്വന്തമായി ഡിസൈൻ ചെയ്ത ടയറാണ് ഓരോ കാറിനും ഉപയോഗിക്കുക. ഏകദേശം ഇതുപോലത്തെ ഒരു ടയറിന്റെ വില വരുന്നത് 3 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെയാണ്. വാഹനത്തിന്റെ ഗിയറുകൾ, മറ്റ് ആക്സസറീസ്, ബൾബുകൾ തുടങ്ങിയ വാഹനത്തിനോട് കൂട്ടിച്ചേർക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അടുത്ത ഘട്ടം എന്നുള്ളത് വാഹനത്തിന്റെ ഗ്ലാസുകൾ ഫിറ്റ് ചെയ്യുകയാണ്. വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ ഗ്ലാസും ഫിറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഗ്ലാസ് ഫിറ്റിംഗ് എല്ലാം ചെയ്യുന്നത് മെഷീനറീസ് ആണ്. വാഹനത്തിന്റെ ബോഡി നിർമ്മിച്ച ശേഷം അടുത്ത ഘട്ടം എന്നുള്ളത് എഞ്ചിൻ വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയമാണ്. അതിനായി നിർമ്മിച്ച ബോഡി വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് വാഹനത്തിനോട് എഞ്ചിൻ അസംബിൾ ചെയ്യുന്നത്. എഞ്ചിൻ അസംബ്ലിക്ക് ശേഷം ഫെറാറിയുടെ കാറുകളിൽ ഫെറാറിയുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷമാണ് ഇന്റീരിയർ ഡിസൈനിങ്ങിലോട്ട് കടക്കുന്നത്. ഇന്റീരിയർ ഡിസൈനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ഫെറാറിയുടെ സ്വന്തം ടൈലറിംഗ് യൂണിറ്റിൽ നിർമ്മിച്ചവയാണ്.
അൾട്രാ മോഡേൺ മെഷീൻസാണ് വാഹനങ്ങളുടെ ഓരോ പാർട്ടും നിർമ്മിക്കുന്നതിനായി ഫെറാറി ഉപയോഗിക്കുന്നത്. ഓരോ വാഹനവും ഫൈനൽ അസംബ്ലിക്ക് ശേഷം വിവിധ ടെസ്റ്റുകളിലൂടെ കടന്നു പോകുന്നു. വിവിധ ടെമ്പറേച്ചറുകളിൽ അതിൻ്റെ എഞ്ചിനെ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇവിടെയെല്ലാം തോൽക്കാതെ പ്രകടനം കാഴ്ചവെച്ചാലേ ഈ വാഹനം ഡെലിവറിക്കായി ഗോഡൌണിലേക്ക് പോവുകയുള്ളൂ. ഇപ്രകാരം വളരെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഫെറാറി തങ്ങളുടെ ഓരോ വാഹനങ്ങളും നിർമ്മിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി താഴെ ഇടുക. ഇതുപോലത്തെ ഒരു യൂസ്ഫുൾ വീഡിയോയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി.